ഹലോ, എല്ലാവർക്കും പരമ്പരയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ രുചിയുള്ളൊരു മധുരപലഹാരം കഴിക്കാം കേട്ടോ. പാൽ മോദകം. ഇത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് കഴിച്ചത്. അപ്പോൾ അവരോട് ഞാൻ റെസിപ്പി ചോദിച്ചിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോഴത്തേക്ക് വീട്ടിലുള്ള എല്ലാവർക്കും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഡിഷാണ്. ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു ഒരുണ്ട ശർക്കര ചുരണ്ടി വെച്ചിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങാ തിരുവി വെച്ചിട്ടുണ്ട്, നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന മാവില്ലേ, ആ മാവ്, പിന്നെ പുട്ടുപൊടിയല്ല, ഇടിയപ്പത്തിന് എടുക്കുന്ന നൈസായിട്ടുള്ള മാവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടോ, അത് നമ്മൾ എണ്ണയോ വേറെ ഒന്നും ഒഴിച്ചാലൊരു ടേസ്റ്റ് വരില്ല. എന്നിട്ട് ഈ നമ്മൾ ചിരകി വെച്ചിരുന്ന തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് നമ്മൾ സാധാരണ നമ്മൾ ഈ മധുര കൊഴുക്കട്ടയ്ക്കൊക്കെ വരട്ടിയെടുക്കത്തില്ലേ, അതുപോലെ അല്പാൽപമായിട്ട് നെയ്യൊഴിച്ച് തീ സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വരട്ടി അതിൻ്റെ ആ വെള്ളമയമൊക്കെ വറ്റിച്ചെടുത്ത് നല്ല ഡ്രൈ ആയിട്ടൊന്ന് വരട്ടിയെടുക്കാം. 2-3 ഏലക്കായും കൂടെ ചതച്ചതിനോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക മണം വേണമെന്നുള്ളവർ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇടണമെന്നില്ല. അപ്പോൾ തീ സിമ്മിൽ വെച്ചിട്ട് ഞാൻ ഈ പരുവത്തിലാവുന്നത് വരെ നന്നായിട്ട് അതൊന്ന് വരട്ടിയെടുത്ത് ഡ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഇതവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ തിളച്ച വെള്ളവും ഉപ്പും ഒരല്പം നെയ്യും കൂടെ ഒഴിച്ച് ഞാൻ നെയ്യെന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കൂടി പോവരുത്. വെള്ളം കൂടിപ്പോയാലും നമുക്ക് ആ ഉരുട്ടിയെടുക്കാനൊന്നും പറ്റില്ല. ഈ വലിപ്പത്തിന് ഉരുളകളാക്കി ബോൾസ് ഈ വലിപ്പത്തിന് എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലൊരല്പം എണ്ണമയം തേച്ചിട്ട് കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ട് അതൊന്ന് ആ ഫില്ലിംഗ് വെക്കാനുള്ള പരുവത്തിന് ഒരു വട്ടമാക്കി ഒന്ന് പരത്തിയെടുക്കണം. അറ്റമൊക്കെ വെടിച്ചു പോയാൽ നമ്മളത് ഒന്ന് ചെറുതായിട്ടൊന്ന് ശരിയാക്കി കൊടുത്താൽ മതി. നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഒരു പാത്രം പോലെ ഇങ്ങനെ നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിലോട്ട് നമ്മൾ ആ ശർക്കരയുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കൊഴുക്കട്ട പോലെ ഉരുട്ടിയെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പിന്നെ ചെയ്തത് കൊണ്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ആ കൊഴുക്കട്ടകളെല്ലാം ഞാൻ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കൊഴുക്കട്ടകളും ഉരുട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒരു സ്റ്റീമറിലോ ഒരു ഇഡലി തട്ടിലോ അങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. സാധാരണ കൊഴുക്കട്ട വേവിച്ചെടുക്കുന്നത് പോലെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കൊരു 2-2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരല്പം പാലിലൊന്ന് കലക്കി വെക്കണം കേട്ടോ. ഒരല്പം പഞ്ചസാര വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ കൊഴുക്കട്ട മുങ്ങിക്കെടുക്കാനായിട്ട് കുറച്ച് പാല് കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ പാല് മാത്രം ആകുമ്പോഴത്തേക്ക് ഒരു കട്ടി കാണില്ലല്ലോ, ഒരു കൊഴുപ്പ് കാണില്ല. അപ്പോൾ ഈ അരിപ്പൊടിയും കൂടെ അങ്ങോട്ട് കലക്കി ഒഴിച്ചിട്ട് ഇത് കാച്ചിയെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ പാല് കിട്ടും. ഒരുപാട് കുറുയും പോകരുത്, ഒരുപാട് വെള്ളമായും പോകരുത്. ഇതുപോലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ പാല് കിട്ടും. അപ്പോൾ നമ്മൾ എത്ര പാലാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അരിപ്പൊടി എടുത്തിട്ടാൽ മതി. എന്നിട്ട് അത് കാച്ചിയതിന് ശേഷം ഈ കൊഴുക്കട്ടകളുടെ മേളിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടോടെ ആ പാല് ആ കൊഴുക്കട്ടകളുടെ മേളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 മണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പാൽമോദകം റെഡി ആയിട്ടുണ്ട്. ഇനി നെയ്യിൽ ഒരല്പം നട്ട്സും കൂടെ ഗാർണിഷ് ചെയ്തിടുമ്പോഴത്തേക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പാകത്തിന് നല്ല അടിപൊളി പാൽമോദകം റെഡിയാണ് കേട്ടോ. ഇത് മറ്റേ ആ ശർക്കരയുടെ ഫില്ലിംഗ് ഒക്കെ അകത്തുള്ളത് കൊണ്ടേ അത് ഇങ്ങനെ ആ പാലിൽ ഇങ്ങനെ കിടന്ന് കുതിർന്ന് ഒക്കെ കിടക്കുമ്പോഴത്തേക്ക് അത് രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊന്ന് കഴിക്കുന്ന ആ ഒരു നിമിഷം ഓർക്കുമ്പം തന്നെ പിന്നെയും അത് ഉണ്ടാക്കാൻ തോന്നിപ്പോവുക. കണ്ടില്ലേ, ഇതുപോലെ പാലും ആ ശർക്കരയുടെ ഫില്ലിങ്ങും ഒക്കെ കുതിർന്നാണ് ഇരിക്കുന്നത്. അപ്പം ഇതൊരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയണേ. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയുന്നു വിശ്വസിക്കുന്നു. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.